ചില കൊച്ചു കൊച്ചു വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. US ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗപ്പാർ പറയുന്നത് EVM ഉപയോഗിച്ചാൽ ക്രമക്കേട് നടത്താനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ്. അതിനുള്ള തെളിവുകൾ അവർ ഹാജരാക്കേണ്ട, ഫലത്തിൽ തന്നെ അട്ടിമറി നടത്താമെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിനോട് ആദ്യം പ്രതികരിച്ച രാജ്യം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ, ഇപ്പോഴിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ വന്ന വഴി അറിയാമല്ലോ. അമിത്ഷായും മോഡിയും കൂടി തീരുമാനിച്ച ആളുകളാണ് വന്നത്. ആ കമ്മിറ്റിയിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ല ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെന്ന് വിധിച്ച ആളുകളാണ്. തന്നെയുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകൾ വാഷളനായിരുന്നു. വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പരസ്യമായി നിൽക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ തുളസി ഗപ്പാറിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും നമുക്കറിയാം, ഒരുപാട് ക്രമക്കേടുകളാണ് ഈ ഓൺലൈൻ കാര്യങ്ങളിൽ നടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്തുണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു പിശകുമില്ല.